ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു ഏലാഞ്ചിൻ്റെ റെസിപ്പി ആട്ടോ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പഴം കൂടിയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പഴം 1-2 ആയാലും കുഴപ്പമൊന്നുമില്ല, പഴം ഇല്ലെങ്കിൽ അവർ ചേർത്താലും കുഴപ്പമില്ല. എനിക്ക് പഴമാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പഴം ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നീട് കസ്കസും മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ലവണ്ണം ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബാറ്റർ റെഡിയാക്കാം. ഞാനിതിലേക്ക് ഒരു 2.5 കപ്പ് മൈദയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2.5 കപ്പ് തന്നെ അത്യാവശ്യം നമുക്ക് ഉണ്ടാകും. ഇതിലേക്ക് 2 മുട്ടയും കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കട്ട കുത്താത്ത കോലത്തിൽ 5 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി നല്ലവണ്ണം ബാറ്റർ ആക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ കുറച്ച് മധുരം ആവശ്യത്തിന് മധുരം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ബാറ്റർ റെഡിയാക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ തിന്നായിട്ടുള്ള ബാറ്ററാണ്. അതുകൊണ്ട് നല്ലവണ്ണം കെയർ ചെയ്തിട്ട് ചുട്ടെടുക്കുക. ഇനി ഇത് 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, ഒരിക്കലും പൊട്ടിപ്പോവരുത്, അത്രയും നല്ല തിന്നായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു 1-1.5 സ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫില്ലിങ്സ് പുറത്തേക്ക് പോകാതിരിക്കാനാണ്. ഞാൻ ഇങ്ങനെയാണ് മടക്കുന്നത്. 2 സൈഡും മടക്കി പിന്നെ ഒന്ന് റോളാക്കി എടുക്കുകയാണ്. ചൂട് കൊടുക്ക് തന്നെ റോളാക്കി എടുക്കണം, അല്ലെങ്കിൽ ഒട്ടി പിടിക്കില്ല. പിന്നെ അടുത്തതും ഇതേപോലെ ഞാൻ ചുട്ടെടുത്തിട്ട് ഫില്ലിങ്സ് ചേർത്തെടുത്ത് 2 സൈഡും 1-2 സ്പൂണ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1-2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് 2 അറ്റവും മടക്കി കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഓക്കെ, ബൈ.